ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമലൈക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ യാത്ര എവിടേക്കാണെന്ന് വെച്ചാൽ ഞങ്ങൾ നോമ്പിൻ്റെ പർച്ചേസിങ് കണ്ടിട്ടൊന്ന്. അപ്പോൾ ഞങ്ങളതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും പോകാൻ കേട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ മക്കൾക്ക് സ്കൂളും ഇല്ലായിരുന്നു, കാക്ക ലീവായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്നിട്ട് ഞങ്ങളങ്ങനെ പോകട്ടെ. അപ്പോൾ ഞങ്ങൾ 4 മണി കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ എന്നാൽ കൽപ്പറ്റ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ കൽപ്പറ്റ നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകാനിട്ട് അങ്ങനെ കൽപ്പറ്റ എത്തിയിട്ട് ഞങ്ങൾ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ ആയിട്ടോ ഇതിൽ നിന്നൊക്കെ സാധനം മേടിച്ചിട്ട് ഞങ്ങളും പിന്നെ കാക്കാനോട് പറയുമ്പോൾ കാക്ക എന്താക്കും അങ്ങനെ മേപ്പാടിയിൽ നിന്ന് ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവരലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്നിട്ട് പിന്നെ നെക്സ്റ്റ് പിന്നെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താക്കി അങ്ങനെ പോകാറ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും ഒപ്പം കൂടുകയും ചെയ്തു കേട്ടോ. കാരണം നല്ല രസമല്ലേ എല്ലാവരും ഒരുമിച്ചൊക്കെ പോയി ഇങ്ങനെ പിന്നെ സാധനമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഞങ്ങൾ എന്താക്കി അങ്ങനെ പോവാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. നല്ല വണ്ടിയൊക്കെ നിർത്തിയിട്ടൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി നിർത്താനുള്ളൊരു സ്ഥലമല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് ഇങ്ങനെ നോക്കി വന്നപ്പോൾ ദേ ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പിന്നെ വണ്ടി നിർത്തിട്ടോ. അങ്ങനെ ദേ ഞങ്ങളെല്ലാവരും പാടെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. ഇനി ലിഫ്റ്റാണ് കേട്ടോ ഇവിടെ. അപ്പോൾ പിന്നെ ലിഫ്റ്റിൽ പോവാൻ വിചാരിച്ച് കണ്ട് എന്തൊക്കെയാണ് അങ്ങനെ അങ്ങോട്ട് നടന്നു വന്നു കേട്ടോ. അപ്പോൾ ദേ ലിഫ്റ്റിൻ്റെ ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ എത്തിട്ടോ. പിന്നെ അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഓഫറുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ണ് കാണും കേട്ടോ. അല്ലാത്ത സാധനങ്ങളൊന്നും ആകുമ്പോൾ നമുക്ക് കണ്ണ് കാണൂലേ. അങ്ങനെ പിന്നെ കുട്ടികൾക്കൊക്കെ വേഗം പോകണം എന്താണെന്നറിയാമോ, അവർക്ക് ഈ പിന്നെ പൊരിക്കണ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അത്, പിന്നെ അതേപോലെ ഇങ്ങനത്തെ പിന്നെ മക്രോണി നമ്മൾ പാസ്ത ഉണ്ടല്ലോ അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കയ്യിലൊക്കെ പിടിക്കണ്ട കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളത് സാധനങ്ങളൊക്കെ കുറേ അങ്ങനെ അതൊക്കെ ഇങ്ങനെ വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ കൂടുതലിങ്ങനെ ഓഫറൊക്കെ ഉള്ളതൊക്കെ നോക്കണം കേട്ടോ. അതാകുമ്പോൾ നമുക്കൊരു കാര്യത്തിൽ പെടും. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസൊന്നും നമ്മൾ വാങ്ങിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ വെളിച്ചെണ്ണ ഓയിൽ അതൊക്കെ ഓരോരോ പാക്കറ്റൊക്കെ എടുത്തു കേട്ടോ. ഇപ്പം അത്യാവശ്യത്തിനുള്ള സാധനം മാത്രമല്ല, അല്ലാതെ നോമ്പ് കഴിയുന്നത് വരെയുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ മേടിക്കണില്ല കേട്ടോ. ഇപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വാങ്ങുകയെന്നല്ലാണ്ട്. അപ്പോൾ എന്തായാലും ഇതേ പൊടി പിന്നെ എന്തായാലും 5 കിലോ വേണം. കാരണം പച്ചരി ഞങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് പിന്നെ കഴിഞ്ഞ മാസം കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്താക്കിയാൽ അതൊക്കെ പിന്നെ പൊടി തന്നെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും അതൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് പച്ചക്കറി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് തന്നെ വാങ്ങണുള്ളൂ. തക്കാളി ഉള്ളിയൊക്കെ വാങ്ങണുള്ളൂ. പിന്നെ ഇത് കുറച്ച് മറ്റേ നമ്മളെ പിന്നെ കമ്പുണ്ടല്ലോ അതൊക്കെ വാങ്ങിട്ടോ. പിന്നെ പിന്നെ പാല് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടു കേട്ടോ. പിന്നെ നല്ല രസം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല AC ആണ്. അതുകൊണ്ട് പിന്നെ നല്ല സുഖം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാനൊന്നും തോന്നണില്ല കേട്ടോ. പിന്നെ അച്ചാർ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ ഒരു ഒക്കാനം വരെ പറ്റും. അപ്പോൾ ഒരു അച്ചാറിൻ്റെതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തോണ്ടിങ്ങാണ്ട് തിന്നുമ്പോൾ വേഗം ഇറങ്ങും കേട്ടോ. അതാണ് പിന്നെ ഞാൻ വേഗം അതെടുത്തത് കേട്ടോ. അപ്പോൾ കുട്ടികൾ വന്നിട്ട് പറഞ്ഞ് നോമ്പിൻ്റെ മുന്നേ എന്തായാലും പിന്നെ മാഗി ഉണ്ടല്ലോ അതുണ്ടാക്കിയിട്ട് തിന്നാലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങി. പിന്നെ ഇതേ സംഭവത്തിൽ കയറുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര പേടി കേട്ടോ. കാരണം എനിക്ക് വേഗം തല ഇറങ്ങും, കയറാൻ കഴിയില്ല, കാൽ ചവിട്ടുമ്പോൾ തന്നെ അത് പോവില്ല. അങ്ങനെ എനിക്കതിൽ കയറാനൊന്നുമില്ല. എന്നിട്ട് വീഴാൻ പോയിട്ടോ. പിന്നെ കാക്ക പുറകിലുണ്ടായതുകൊണ്ട് വേഗം പിടിച്ചു കേട്ടോ. പിന്നെ കണ്ടോ രണ്ടാമത്തെ മോനെ പിടിച്ചുകൊണ്ടിരുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാലോ. അതിന് വേണ്ടി ചെറിയ മകനും വലിയ മകനും നടക്കത്തെ മകനേക്കാൾ ഉഷാറാണ്. പോകുക വരിക ഒരു കുഴപ്പം ഓർക്കില്ല. ഞാനാണ് ഈ കാല് വെക്കാൻ വരച്ചിട്ട് എന്താ പറയുക കയറാനും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ മക്കളിങ്ങനെ കളിയാക്കിയിരുന്നു കേട്ടോ. വയസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞു കണ്ട് കേട്ടോ. സത്യം പറയാണെങ്കിൽ വയസ്സായതിനേക്കാളും കഷ്ടത്തിലാണ് ഞാൻ ആ ഒരു സംഭവത്തിൽ കയറാൻ കേട്ടോ. അങ്ങനെ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ അടിച്ച് നമ്മൾ പുറത്ത് ലിഫ്റ്റിൽ ഇറങ്ങി. കുട്ടികൾക്ക് നല്ല ഉത്സാഹം. കാരണം കുട്ടികൾ വലിപ്പം വെച്ചിട്ട് സംഭവം ഇങ്ങനത്തെ ഒക്കെ അവരെ കൊണ്ടുവരുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അതുകൊണ്ടാണ്. അല്ലേ ഇവർ ഒന്നാമത് ഞങ്ങളെന്നെ അങ്ങനെ കൊണ്ടുപോകലൊന്നുമില്ല. ഇവർ തന്നെ പോകും, ഇവർ തന്നെ സാധനം എടുത്തിട്ട് വരും, എന്നോട് ചോദിക്കും. പിന്നെ ആൾ പിന്നെ എന്താണെന്നറിയോ എപ്പോഴും നമ്മളെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടോ ഇല്ലേന്ന് ആൾ തന്നെ നോക്കും. കാരണം വേഗം നമ്മൾ പറയുമൊന്നും വേണ്ട അങ്ങനെ തന്നെ കൊണ്ടുവരലാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെയാണോയെന്ന് എനിക്കറിയില്ല. പിന്നെ പക്ഷെ നമ്മളെ വീട്ടിൽ എങ്ങനെ കേട്ടോ ആൾ തന്നെ എല്ലാം ഒക്കെ നോക്കി റെഡിയാക്കിയിട്ട് കൊണ്ടുവരും കേട്ടോ. നമ്മൾ പറയേണ്ടൊന്നും ഒരു ആവശ്യമില്ല. കൊണ്ടുവരുമ്പോഴേ നമ്മൾ അറിയുള്ളൂ കേട്ടോ. പിന്നെ എന്തായാലും ഇതേ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞായില്ല. അപ്പോൾ എന്താക്കി ഞങ്ങൾ പിന്നെ അങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല കേട്ടോ. ഭയങ്കര സന്തോഷം കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും 5 പേരും പോയി ഞങ്ങൾ പർച്ചേസ് ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ പോരുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമേ. പിന്നെ കുട്ടികൾ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ ഡ്രീം കേക്ക് അവിടെ അന്ന് 200 റുപ്യ ഓഫറാണ് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ വില ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മളങ്ങനെ പിന്നെ വാങ്ങലില്ല കേട്ടോ. മറ്റേ കേക്കൊക്കെ ഇങ്ങനെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് വാങ്ങൽ. അപ്പോൾ പിന്നെ
പിന്നെ ഇവർ പറഞ്ഞത് പിന്നെ ഇത് നാശമാകുമോ വലിയാവോ പിന്നെ രസം ഉണ്ടാവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞാണ്ട് എന്തൊക്കെയാണ് അതെന്നാൽ വഴിയിൽ തിന്നാറങ്ങാണ്ട് അങ്ങനെ അത് തിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മേപ്പാടി പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നായിട്ട് വിചാരിച്ചിരുന്നത്. അപ്പോൾ പിന്നെ അതേ പറയുന്നത് പിന്നെ നമുക്ക് തന്നെ അവിടെ നിന്ന് തിന്നിട്ട് പോകാമെന്ന്. അപ്പോൾ ആദ്യം പറഞ്ഞു പൊറാട്ട എന്തെങ്കിലും തിന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞാൽ മന്തി തിന്നാറാകുമ്പോൾ ഏതായാലും ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊന്നും ഇല്ലല്ലോ, എന്നൊരു കാര്യം ചെയ്യും നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടോ. ഞങ്ങളാണ് ഇന്നത് നനച്ചുള്ളിയൊക്കെ എടുത്തതിൻ്റെ ഒരു ദിവസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ സാധനം മേടിക്കാൻ പോയത് തന്നെ കേട്ടോ. ഞാൻ നനച്ചുള്ളിൻ്റെ വീഡിയോസ് ഇട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ എന്താ പറയുക, മന്തിയൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എന്തായാലും 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇത് ഒന്നാമത് 8:30 മണി ആയിരിക്കണം കേട്ടോ ഉറക്കം തൂക്കൽ തുടങ്ങിയിരിക്കുന്നത്. കുട്ടികൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഉറക്കം തൂക്കലാണ്, നമുക്ക് തന്നെ ഇങ്ങനെ ഈ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ചടപ്പല്ലേ. അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്ന് പറഞ്ഞാണ്ട് പിന്നെ മന്തി വന്ന് നോക്കുമ്പോൾ ആർക്കും ഉറക്കമില്ല ഒന്നുമില്ല കേട്ടോ. എല്ലാവരും ചാടി എണീറ്റ് പിന്നെ ഉഷാറായിട്ടോ. അങ്ങനെ ഇതേ പിന്നെ കാക്കനെ എല്ലാവർക്കും വിളമ്പി തന്നു കേട്ടോ. 4 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങനെ പൊട്ടിച്ചൊക്കെ എല്ലാവർക്കും അങ്ങനെ തിന്നിട്ടു. പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല പെരി പെരി അൽഫാമാണ് കേട്ടോ. ഓ മന്തി എന്ത് രസമാണ് തിന്നാനെന്നാ. പക്ഷേ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ഇവിടുന്ന് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേപ്പാടിന്നാണ് തോന്നുന്നു. അതും ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഓർഡർ ആക്കിയിട്ട് പിന്നെയും തിന്നു കേട്ടോ. പിന്നെ റൈസ് കിട്ടുമല്ലോ നമുക്ക് എന്തായാലും. അപ്പോൾ അങ്ങനെ അതും തിന്ന് വയറൊന്ന് ഫുള്ളായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷം കേട്ടോ. കുട്ടികൾക്ക് നല്ല, നമുക്ക് തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. നല്ല സന്തോഷമായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ പുറത്തേക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവിടെ ഇറങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾ കഴിഞ്ഞ് നല്ല ഉഷാറായിരുന്നു കേട്ടോ. അതിൽ പൂച്ച അവിടെ ഇരുന്ന് അങ്ങനെ തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ കുറേ ഇവിടേക്ക് മേപ്പാടി എത്തിയപ്പോൾ പറഞ്ഞു കുട്ടികൾ പറഞ്ഞ് നമുക്ക് പിന്നെ വെള്ളം വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ 7up മതിയായിരുന്നു. അങ്ങനെ പിന്നെ ഒരു കുപ്പി മതിയായിരുന്നു. കണ്ടെന്തൊക്കെ അടിപൊളി ഒരു കൂൾ ബാർ. അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താൽ കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ വണ്ടിയിൽ നിന്ന് തന്നെ കുടിച്ചും ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും. പിന്നെ അങ്ങനെ ഞങ്ങളങ്ങനെ പിന്നെ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്ന് പിന്നെ സാധനമൊക്കെ എന്താക്കി മേശമ്മ കൊടുന്ന് വെച്ച് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടതിൻ്റെ ശേഷം എന്താക്കി പിന്നെ കുപ്പിയിലൊക്കെ ഒഴിഞ്ഞ കുപ്പികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കൊക്കെ ആക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ കുഞ്ഞു വ്ളോഗ്. ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റു വീഡിയോയുമായി വരാം. താങ്ക്